രണ്ടാളും മരണപ്പെട്ടു. അവരുടെ എല്ലാം ഒരു ചെറിയ അനുജൻ കഅബന്റെ അടുത്ത് വന്നിട്ട് ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ അഖ്റിജ്നി മിനദ് ദുനിയ മുസ്ലിമ, എന്നെ ഈമാനോടെ മരിപ്പിക്കണേന്നാ. ഇത് മാത്രം അയാൾ ദുആ ചെയ്യുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് അൽ മുഅദ്ദിൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത് തന്നെ ദുആ ചെയ്യാനുള്ള കാരണം? കാരണം എന്റെ രണ്ട് ജ്യേഷ്ഠന്മാരും മരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. മൂത്ത ജ്യേഷ്ഠൻ 40 കൊല്ലവും അടുത്ത ജ്യേഷ്ഠൻ 30 കൊല്ലവും പള്ളിയിൽ വാങ്ങി വിളിച്ച ആളാ. അവര് രണ്ടുപേരും മരിക്കുമ്പോൾ ഖുർആൻ ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യപ്പെടൽ കേട്ടപ്പോൾ ഞാൻ കരുതിയതില്ലേ ഖുർആൻ നെഞ്ചോട് ചേർത്ത് ചുംബിച്ച് ബർക്കത്തെടുക്കാനായിരിക്കും. പക്ഷേ അവര് രണ്ടുപേരും ആ സമയത്ത് പറഞ്ഞത്, നമ്മൾ ഈ ഖുർആനിന്റെ ആശയത്തിൽ നിന്ന് രാജിവെച്ചു, നിങ്ങളുടെ മതം നമുക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഈമാനില്ലാതെ ചത്തുപോയ മനുഷ്യന്മാരാ. ഈ മഹാൻ ചോദിച്ചു, നിന്റെ രണ്ട് ജ്യേഷ്ഠന്മാർ ഇത്രയും കൊല്ലം പള്ളിയിൽ ബാങ്കൊക്കെ കൊടുത്തിട്ട് എന്തു പറ്റി? എന്റെ രണ്ട് ജ്യേഷ്ഠന്മാരും അന്യ സ്ത്രീകളെ കാണുന്നതിൽ, ഹറാമായ കാഴ്ച ഉണ്ടാവുന്നതിൽ അവർക്ക് പേടിയില്ല. പുതിയ തലമുറ കേൾക്കേണ്ട ഒരു ആശയ. ഉറൂസിനും ഡെക്കറേഷൻ ബൾബിനും നബിദിനത്തിനൊക്കെ നമ്മളെല്ലാരും ഉണ്ട്. അകത്തളത്തിൽ ഹറാമിന്റെ പേക്കൂത്തുകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നടക്കുന്നത്. ഹാജിയാരും ഹജ്ജുമ്മയും 8:30-9 മണിയാകുമ്പോഴേക്ക് ഉറങ്ങും. 5 ബെഡ്റൂമുകൾ മക്കൾ സിനിമാ തിയേറ്റർ